ഭ്രാന്തിയിലാകുമ്പോൾ അതാ സൂര്യൻ കിഴക്ക് നിന്നും ഉദിക്കേണ്ട സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാ. അല്ലാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ആ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ച് മധ്യാഹ്നത്തിലെത്തിയിട്ട് തിരിച്ചസ്തമിക്കുന്നു. ഉടനെ തന്നെ കിഴക്ക് നിന്ന് ഉദിക്കുകയാണ്. പിന്നെ സാധാരണ നിലയിൽ കിഴക്കു നിന്നും ഉദിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 157-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല അത് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നതോടുകൂടി തൗബയുടെ കവാടം അടയ്ക്കപ്പെടുകയാണ്. തൗബയുടെ വാതിൽ അടയ്ക്കപ്പെടുകയാണ്. ഹദീസിൽ വരുന്നുണ്ട്, ഇന്നല്ലാഹ ജഅല ബിൽ മഗ്രിബി ബാബാ യുഖാലു ലഹു ബാബു തൗബ മസീറത്തു അർളിഹി 70 ആമാ. ആകാശത്ത് പടിഞ്ഞാറ് ഭാഗത്തൊരു ഗേറ്റ് ഉണ്ട്, ഒരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ പേര് തൗബയുടെ വാതിൽ എന്നാണ്. 70 വർഷത്തെ വഴി ദൂരമാണ്. അതിന്ന് തുറക്കപ്പെട്ടിരിക്കുകയാണ്. ലാ യുലഖു, അത് അടയ്ക്കപ്പെടുകയില്ല. ഹത്താ തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നത് വരെ. സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ വാതിൽ അടയ്ക്കപ്പെടുകയാണ്. ഇനി ആരുടെയും തൗബ സ്വീകരിക്കപ്പെടുന്നതല്ല. ഇനി ആരുടെയും വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. കണ്ടോ? يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا.